യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം. 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്ന വാദം കണക്കിലെടുത്താണ് കോടതി ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷമായി എന്തു ചെയ്യുകയായിരുന്നുവെന്നും കോടതി ചോദ്യമായി ഉന്നയിച്ചു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിഖിന് നിർദ്ദേശം നൽകി. സുവി വിശ്വനാഥൻ വിവരങ്ങൾ നൽകും. സുവി, എന്തൊക്കെയാണ് പ്രധാനമായും കോടതി നിരീക്ഷിച്ചത്? എൽദോ, ഏറെ ദിവസങ്ങൾക്ക് ശേഷം സിദ്ദിഖിന് അനുകൂലമായ അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസം നൽകുന്ന ഒരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞിരിക്കുകയാണ്. 2 ആഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇടക്കാല സംരക്ഷണമാണ് നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. ഇവർ പ്രധാനമായും സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചത് പരാതി നൽകിയതിലെ കാലതാമസം ഊന്നിക്കൊണ്ടായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകന്റെ വാദം ഉണ്ടായത്. മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. എന്തുകൊണ്ടാണ് 8 വർഷത്തെ ഒരു കാലതാമസം ഉണ്ടായത് എന്ന് കോടതി ചോദിച്ചു. സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, വിചാരണ നടപടികൾ നേരിടണം, ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വാങ്ങുന്ന മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം പ്രധാനമായും ഊന്നിയത് ഈ പരാതിയിലെ കാലതാമസമായിരുന്നു. നേരത്തെ ഹൈക്കോടതി പരാതിക്കാരി നൽകാൻ കാലതാമസം നേരിട്ടതിൽ അത്ഭുതപ്പെടാനില്ല. ഇത്തരം വലിയൊരു ട്രോമകളിലൂടെ അതിജീവിച്ചു വരുന്നതിനാൽ അവർക്ക് അത് പരാതി വൈകിയതിലും അതിൽ നിരാശപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. എന്നാൽ സുപ്രീം കോടതി നേരെ വിപരീതമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 8 വർഷത്തേക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ 8 വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്നൊരു വിമർശനം സർക്കാരിനെതിരെയും ഹൈക്കോടതി ഉന്നയിക്കുകയുണ്ടായി. 8 വർഷങ്ങൾക്ക് മുൻപാണ് അതിജീവിത FB പോസ്റ്റ് വഴി തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പോസ്റ്റ് ഇട്ടത്. അന്ന് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇത്രയും വലിയൊരു കാലതാമസത്തിന് കാരണമായത് എന്നും കോടതി ചോദിച്ചു. ഏതായാലും സിദ്ദിഖിനെ വേണ്ടിയുള്ള തിരച്ചിൽ പോലീസിന് ഇനി അവസാനിപ്പിക്കാവുന്നതാണ്. വലിയ തോതിലുള്ള വിമർശനം പോലീസിനും നേരിടേണ്ടി വന്നിരുന്നു. സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിന് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുവെങ്കിലും സിദ്ദിഖിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടയിൽ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ ഷഹീന്റെ സുഹൃത്തുക്കളെ പലരെയും കസ്റ്റഡിയിലെടുത്ത് മൊഴിയെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇവരാണ് സിദ്ദിഖിനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നായിരുന്നു പോലീസിന്റെ വാദം. ഏതായാലും ഇപ്പോൾ 2 തടസ്സ ഹർജികൾ ഹൈക്കോടതിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്ന് സർക്കാർ സമർപ്പിച്ചത്, മറ്റൊന്ന് അതിജീവിത സമർപ്പിച്ചത്. ഈ 2 തടസ്സ ഹർജികൾ നിലനിൽക്കുമ്പോൾ പോലും സിദ്ദിഖിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എൽദോ, ശരി, സുവിയാണ് വിവരങ്ങൾ നൽകിയത്.